നമ്മളെ മാധ്യമപ്രവർത്തകൻ നികേഷ് കുമാർ പിന്നെ സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വീണ്ടും ഇറങ്ങുന്നു എന്ന് കേട്ടു. എനിക്കിന്നൊരു കണ്ണൂരിൽ നിന്നുള്ള സഖാവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാർട്ടി മെമ്പർഷിപ്പിലില്ല, പക്ഷേ ഇപ്പോഴും പാർട്ടി അനുഭാവകയെ തുടരുകയാണ്. ജില്ലാ നേതൃത്വത്തിലുണ്ടായിരുന്ന സഖാവാണ്, സുഖമില്ലാണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പേര് പറയരുത്, കാരണം ഇവർ പിന്നെ മൂലയ്ക്കാക്കും. ഇപ്പം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്ന് ചികിത്സയ്ക്കോ എന്തെങ്കിലുമൊക്കെ സഹായം വേണമെന്നുണ്ടെങ്കിൽ പോലും പറ്റാത്ത അവസരം പുള്ളി ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നിൽക്കുക. പുള്ളി സ്ഥിരമായിട്ട് എൻ്റെ ഈ സ്റ്റോറീസൊക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, MBRൻ്റെ ഇൻ്റർവ്യൂ 2 അത് TN ഗോപകുമാർ ഏഷ്യാനെറ്റിൽ പണ്ട് ചെയ്തിട്ടുള്ള 2 ഇൻ്റർവ്യൂസാണ്. ആ 2ൻ്റെ ലിങ്ക് എനിക്ക് അയച്ചു തന്നു. എനിക്ക് അയച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞു രാജനിത് നികേഷ് കുമാറിനൊന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. എനിക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ മൂപ്പര് ചിലപ്പോൾ എൻ്റെ സാധനം ഇപ്പോൾ നോക്കാതെയൊക്കെ ആയിട്ടുണ്ട്, കാരണം കുറേ കാലങ്ങളായിട്ട് ടേംസ് എല്ലാം തെറ്റിപ്പോയിട്ടുണ്ട്. ഇന്ത്യ വിഷൻ്റെ അവസാന കാലഘട്ടത്തിൽ തന്നെ പിന്നെ പ്രത്യേകിച്ചും നമുക്കൊക്കെ ബഷീർക്കായിട്ടാണ് കൂടുതൽ അടുപ്പുണ്ടായിരുന്നത് പിന്നീട്. കാരണം ഇദ്ദേഹത്തിൻ്റെ സ്വാർത്ഥത്തെ അനുഭവിച്ച ആളുകളാണ് MB ബഷീർ ഉൾപ്പെടെയുള്ള ആളുകൾ. ഇദ്ദേഹം പല ആൾക്കാരോടും എടുത്തിട്ടുള്ള സമീപനം എന്താണെന്നുള്ളത് നമുക്കറിയാം. സ്വന്തം അച്ഛനെ തള്ളിപ്പറഞ്ഞ ഒരാളുടെ അവസ്ഥ എന്താണെന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ ഞാനിത് എനിക്ക് അയച്ചു തന്ന ആളുടെ പേര് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ MBRൻ്റെ ഇൻ്റർവ്യൂ പാർട്ട് 1 ഞാൻ കണ്ടു. ആ പാർട്ട് 1-നകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അരമണിക്കൂറിലേറെ നീണ്ട ഒരു ഇൻ്റർവ്യൂ ആണ്. അതിൽ അദ്ദേഹം പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന് ചൈനയെക്കുറിച്ച് പറയുന്നത്, ഈ ഡെങ് സിയാവോപെങ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹമാണല്ലോ ചൈനയിലെ ഈ ലിബറലൈസേഷൻ്റെ ഒരു ഉപജ്ഞാതാവ്. ഇന്ത്യയിൽ നമ്മളെ മൻമോഹൻ സിംഗിൻ്റെ നരസിംഹറാവിൻ്റെ സമയത്ത് മൻമോഹൻ സിംഗ് കൊണ്ടുവന്നിട്ടുള്ളത് പോലെയുള്ള സാമ്പത്തിക പരിഷ്കരണ നടപടികൾ ആരംഭിച്ചത്, ഈ കടുകട്ടി കമ്മ്യൂണിസമൊക്കെ ഒഴിവാക്കിയത് ഡെങ് സിയാവോപെങ് ആണ്. ഡെങ് സിയാവോപെങ് പറഞ്ഞത് വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കണം, അതിനെങ്ങനെയും പൈസ ഉണ്ടാക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. 120 കോടി ജനങ്ങൾ അന്ന് ചൈനയിലുണ്ട്. അത് MBR അതിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ബദൽ രേഖയെക്കുറിച്ച് പറയുന്നുണ്ട്. ബദൽ രേഖ എന്ന് പറയുന്ന സാധനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഒരു രേഖയായിട്ട് അവതരിപ്പിച്ച് അദ്ദേഹം കൊണ്ടുവരുന്ന സമയത്ത്, ഈ MBR കൊണ്ടുവരുന്ന സമയത്ത് നായനാരായിരുന്നു അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ എല്ലാത്തിനും. അതും കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിയമസഭയിലെ 301 നമ്പർ റൂമിൽ, അത് നിയമസഭയാണോ ഇവരെ MLA ഹോസ്റ്റലാണോ എന്ന് എനിക്കറിയില്ല, MLA ഹോസ്റ്റലിന് അത്രയും നമ്പർ ഉണ്ടാവാൻ സാധ്യതയില്ല. 301 നമ്പർ റൂമിലിരുന്ന് നായനാരും ഞാനും കൂടിയാണ് അത് ഡ്രാഫ്റ്റ് ചെയ്തത്. ബാക്കി പുത്തലത്ത് നാരായണനോ ബാക്കി TV കുഞ്ഞിക്കണ്ണനോ ഇങ്ങനെയുള്ള ആൾക്കാരും ഇത് പാട്യം രാജനോ മൂസാൻകുട്ടിയോ ഇവരാരും അത് വായിച്ചു നോക്കിയിട്ടില്ല, അവർ ഒപ്പിട്ട് വന്നിരുന്നു. പക്ഷെ നായനാരായിരുന്നു ഇതിൻ്റെ കൂടെ എൻ്റെ കൂടെ എല്ലാത്തിനും ഉണ്ടായിരുന്നത്. പക്ഷെ നായനാർ ഒപ്പിട്ടില്ല, അവസാനം കാലുവാരി ഇത് പോയിട്ടുണ്ട്. നായനാർ വളരെ മോശമായിട്ടാണ് MBR പറയുന്നത്. കാരണം നായനാർ വലിയ അധികാരമൊക്കെയായിരുന്നു എന്നുള്ളത് നമുക്കറിയാമല്ലോ. സുശീല ഗോപാല മുഖ്യമന്ത്രി ആവുന്നതിനെതിരുന്നതാണ്. VS അച്യുതാനന്ദനെ വെട്ടാൻ വേണ്ടി കുറെ ആദ്യം ശ്രമിച്ചതാണ്. മാരാരിക്കുളത്തെ തോൽവിക്ക് പിന്നിലൊക്കെ നായനാർക്കും എന്നെ പങ്കുണ്ട്. പിന്നെ നായനാർക്ക് തോന്നുമ്പോൾ സംസ്ഥാന സെക്രട്ടറി ആവാം, തോന്നുമ്പോൾ മുഖ്യമന്ത്രി ആവാം എന്നുള്ള അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പം അത്ര വലിയ വിശുദ്ധനൊന്നും അല്ല നായനാർ. മാത്രമല്ല പിണറായി വിജയനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ തലശ്ശേരി ഹോസ്പിറ്റൽ ഉണ്ടാക്കിയതിനെക്കുറിച്ച്, തലശ്ശേരി സഹകരണ ആശുപത്രിയുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ കണ്ണൂർ ജില്ലയിൽ അക്രമങ്ങൾ നടന്നത്, MBRനെതിരായിട്ടുള്ള അക്രമങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അവിടുത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഈ ആശുപത്രി ഉണ്ടാക്കിയത് പാർട്ടിയല്ല, MBR മുൻകൈയെടുത്ത് ഉണ്ടാക്കിയതാണെന്നുള്ള MBR വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെ നികേഷ് കുമാർ മനസ്സിലാക്കണം. അച്ഛൻ പറഞ്ഞിട്ടുള്ള, നെഞ്ചുപൊട്ടി പറഞ്ഞിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. അതിൽ അദ്ദേഹം വളരെ വൈകാരികമായിട്ടൊന്നും സംസാരിക്കുന്നില്ല. അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു സ്വഭാവം ഇല്ലല്ലോ, വൈകാരികതയായിട്ടൊന്നും അങ്ങനെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു പ്രകടനങ്ങൾ നടത്തുന്ന ഒരാളല്ല. അതിൽ ഇദ്ദേഹം പറയുന്നുണ്ട് തലശ്ശേരി സഹകരണ ആശുപത്രി ഉണ്ടാക്കിയത് ഞാൻ ഉണ്ടാക്കിയതാണ്. അതിനകത്ത് പിണറായി വിജയന് പ്രാഥമികമായ ഒരു മെമ്പർഷിപ്പ് പോലും എടുത്തിട്ടില്ല. അതായത് ഒരു 100 രൂപയുടെ ഷെയർ കൊടുത്തിട്ട് മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല, ഇവരാരും എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും വീണ്ടും MBR ജയിക്കുകയും അത് കഴിഞ്ഞിട്ട് MBRന്റെ പാനലിനെ പരാജയപ്പെടുത്തുന്നത് ഐഡന്റിറ്റി കാർഡ് ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചിട്ടാണ്. CPM ഓഫീസിലിരുന്ന് അടിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള അങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിന് ശേഷം MBR ഉൾപ്പെടെയുള്ള CMPയുടെ നേതാക്കന്മാരെ ഇവരുടെ ഓഫീസ് വരെ, CMP ഓഫീസ് വരെ ഈ പ്രാകൃതമായ രീതിയിൽ, വിപ്ലവ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി പ്രാകൃതമായ രീതിയിൽ കല്ലെറിഞ്ഞും അടിച്ചും ആണ് അവിടം വരെ നടത്തിച്ചത്. തെരുവിൽ നഗ്നന്മാരായിട്ട് നടത്തിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് CMPക്കാർ. ഈ നികേഷ് കുമാറിന്റെ അച്ഛനെ കൂടെ വിശ്വസിച്ച് നിന്നു എന്നുള്ളതിന്റെ കാരണം കൊണ്ട് നികേഷ് കുമാർ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണത് നല്ലതാണ്. ഈ ചരിത്രമൊക്കെ ആലോചിച്ച് നോക്കണം. അതേപോലെ തന്നെ വേറൊന്നും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്,
ബദൽ രേഖയ്ക്കകത്ത് എന്താ പറഞ്ഞിട്ടുള്ളത് അതാലോചിച്ച് നോക്ക്. ബദൽ രേഖയ്ക്കകത്ത് പറഞ്ഞിട്ടുള്ളത് MBR വെച്ചിട്ടുള്ള ബദൽ രേഖയ്ക്കകത്ത് പറഞ്ഞത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെയും കേരള കോൺഗ്രസിനെയും LDFന്റെ കൂടെ കൂട്ടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ കേരള കോൺഗ്രസിനെ കൂടെ കൂട്ടിയല്ലോ. ലീഗിനെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ലീഗ് മതേതര പാർട്ടിയാണെന്ന് ഇവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ലീഗ് ചെല്ലാത്തോണ്ടല്ലേ. ലീഗ് ചെന്നാൽ അവരിപ്പൊ കൂട്ടൂലേ. അപ്പൊ ഈ ബദൽ രേഖയ്ക്ക് പിന്നെ 10-35 വർഷം മുമ്പ് അദ്ദേഹം കൊണ്ടുവന്ന ബദൽ രേഖയ്ക്ക് ഇപ്പൊ അവർക്ക് തിരിച്ചറിവുണ്ടായിരുന്ന ഏത് പണ്ട് ട്രാക്ടർ വന്നപ്പോൾ സമരം നടത്തിയവര്, കമ്പ്യൂട്ടർ വന്നപ്പോൾ സമരം നടത്തിയവര്, പിന്നെ ഇവരെന്നെ ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ തുടങ്ങി. ഇവരിപ്പോൾ സ്മാർട്ട് ഫോണാണ് ഉപയോഗിക്കുന്നത്. ഇവർ പിന്നെ ട്രാക്ടർ വേണമെന്നുള്ള തീരുമാനത്തിലെത്തി. ഈ തിരിച്ചറിവുണ്ടാവാൻ 10-35 വർഷം കഴിയുമ്പോഴേക്ക് ഈ 35 വർഷം നഷ്ടപ്പെടുക ഒരു ജനതയ്ക്ക്. ഇപ്പൊ അവർക്ക് കേരള കോൺഗ്രസും മാണി ഗ്രൂപ്പിനെ കൂട്ടാൻ പറ്റി. MP രാഘവൻ പണ്ട് പറഞ്ഞത് ഇത് തന്നെയാണ്. ഇവർ MP രാഘവന്റെ പിന്നെ സ്മൃതി കുടീരത്തിൽ പോയിട്ട് മാപ്പ് പറയണം. അവിടെ പോയിട്ട് നിങ്ങളായിരുന്നു ശരി എന്ന് പറയണം. ഇല്ലെങ്കിൽ പിന്നെ ഇവർ കൂടെ കൂട്ടാൻ പാടില്ല. എനിക്കെന്തായാലും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ കൂടെ കൂട്ടിയതിനോട് എനിക്ക് ഒരു യോജിപ്പില്ലാത്ത ആളാണ്. മാണി കോൺഗ്രസ് എന്ന് പറയുന്ന സാധനത്തിനോടേ എനിക്ക് താല്പര്യമില്ല. ഇപ്പൊ കോട്ടയത്ത് തോറ്റയിലും എനിക്ക് സന്തോഷമാണ്. പിന്നെ ഈ ജോസ് മോൻ പിന്നെ രാജ്യസഭയിലോട്ട് പോയതിൽ അത് കാരണം വേറെ മാർഗമൊന്നുമില്ല. കാരണം ജോസ് മോൻ ഇനി പാലയിൽ നിന്ന് ജയിക്കൂല. ജന്മത്തിൽ ജയിക്കാൻ റോഷി അഗസ്റ്റിന് സമ്മതിക്കുമോ? കാരണം റോഷി അഗസ്റ്റിന് മന്ത്രിയാവാൻ പറ്റുമോ? N ജയരാജ് സമ്മതിക്കുമോ? കാരണം ജോസ് മോനും പിന്നെ റോഷി അഗസ്റ്റിനും ഒക്കെ കൂടി ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ചീഫ് വിപ്പ് സ്ഥാനം N ജയരാജിന് കിട്ടുമോ? ഇവരെന്നെ തോപ്പിക്കും. കേരള കോൺഗ്രസ്സുകാരെന്നെ തോപ്പിക്കും. തോപ്പിച്ചത് ഇവർ തന്നെയാണ്, ഒരു സംശയവും വേണ്ട. ഇപ്പൊ തോമസ് ചാഴിക്കാടിന്റെ അടുത്ത് മുളക്കിട്ടതിനകത്ത് കേരള കോൺഗ്രസ്സുകാർ പിന്നെ മാണി ഗ്രൂപ്പുകാർ തന്നെ വോട്ട് അങ്ങോട്ട് മറിച്ചു കൊടുത്തിട്ടുണ്ട്. പുതുപ്പള്ളിയിൽ വോട്ട് മറിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു, പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് തന്നെ ഞാൻ പറഞ്ഞു, ഇലക്ഷന്റെ മുമ്പ് തന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെ നീക്കം അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത്. പിന്നെ അവിടെ നിന്നും അവർക്ക് അത്ര വലിയ വോട്ടൊന്നും ഇല്ല എന്നുള്ളത് പറയാം. 15 വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗമായത് 1949 MP രാഘവൻ. അദ്ദേഹം പറഞ്ഞത് അക്കാലത്ത് വലിയ അക്രമങ്ങളും പിന്നെ ഈ പോലീസിലെ തേർവാഴ്ചയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് 49 എന്ന് പറയുമ്പോൾ അന്ന് കേരള സംസ്ഥാനം രൂപീകൃതമായിട്ടില്ല. മദ്രാസ് സ്റ്റേറ്റിന്റെ ഭാഗമാണ് കേരളം. ഇദ്ദേഹം കശുമാവിന്റെ മേലെ കയറി 5-6 മണിക്കൂർ ഇരുന്നിട്ടുണ്ട്. കാരണം താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവരെ കണ്ണുപ്പെടും. അങ്ങനെയുള്ള അക്രമങ്ങളെ അതിജീവിച്ച് വന്നിട്ടുള്ള മനുഷ്യനാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിയമസഭാ പിന്നെ മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിച്ച് ജയിച്ചിട്ടുള്ള ഒരാൾ പിന്നെ പുള്ളിയായിരിക്കും. പിന്നെ ഒന്ന് എനിക്ക് തോന്നുന്നത് MK മുനീറായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. 1970 മാടായി മണ്ഡലം, പിന്നീട് മാടായി മണ്ഡലം ഇല്ലാതെ ആവുന്നു. അപ്പോൾ പിന്നെ 70 മാടായി മണ്ഡലത്തിൽ നിന്ന് ജയിക്കുന്നു, 77 തളിപ്പറമ്പ് മണ്ഡലത്തിൽ നിന്ന് ജയിക്കുന്നു, 80 കൂത്തുപറമ്പ് മണ്ഡലത്തിൽ നിന്ന് ജയിക്കുന്നു, 82 പയ്യന്നൂരിൽ നിന്ന് ജയിക്കുന്നു. അതിനുശേഷം പിന്നെ CMP ആയതിനു ശേഷം അഴീക്കോട് നിന്ന് ജയിക്കുന്നു. പിന്നെ ആറന്മുളയിൽ പോയിട്ട് പരാജയപ്പെടുന്നു കടമനിട്ട രാമകൃഷ്ണനോട്. പക്ഷേ പിന്നെ അഴീക്കോട് നിന്ന് 91 അഴീക്കോട് നിന്ന് ജയിക്കുന്നത്. പിന്നെയാണ് ഇവിടുന്ന് പരാജയപ്പെടുന്നത്. പക്ഷേ ഇത്രയും മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ചു. ആ പ്രതിനിധീകരിച്ചതിന്റെ കാര്യം എന്താണെന്നുള്ളത് TNG ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ ആഗ്രഹിച്ചു മാറിയതല്ല. ആ സമയത്ത് ഓരോ മണ്ഡലത്തിലും 2-3 സ്ഥാനാർത്ഥി വരുന്നു. അപ്പം ഞാൻ പോയി കഴിഞ്ഞാൽ ഏകപക്ഷീയമായിട്ട് പിന്നെ യുണാനിമസ് ആയിട്ട് അവർ ഐക്യകണ്ഠേന എന്നെ അംഗീകരിക്കും. അതുകൊണ്ട് പിന്നെ എതിരഭിപ്രായങ്ങൾ ഉണ്ടാവില്ല ഞാനാവുമ്പോൾ. അത്ര കണ്ട് സ്വീകാര്യനായിരുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഈ ഓരോ പിന്നെ തെരഞ്ഞെടുപ്പിലും അടുത്തടുത്ത മണ്ഡലങ്ങളിലേക്ക് ഇദ്ദേഹത്തെ പാർട്ടി മാറ്റിക്കൊണ്ടിരുന്നത്. കാരണം അവിടെ 2-3 ആൾക്കാർ കുപ്പായിട്ട് വരികയാണ്. അത്ര കണ്ട് സ്വീകാര്യനായിരുന്ന സഖാവ്. പിണറായി വിജയനെയൊക്കെ രാഷ്ട്രീയത്തിൽ വളർത്തിക്കൊണ്ടുവന്ന ആള്. ആ പിന്നെ പിണറായി വിജയനൊക്കെയാണ് പിന്നീട് ഇദ്ദേഹത്തിനെതിരെ പണിയെടുത്തത്. ഓബർദേട്ടനും അദ്ദേഹത്തിനെതിരെ പിന്നെ നിന്നിരുന്നു. പക്ഷെ അവസാന കാലത്ത് ഓബർദേട്ടന് സുഖമില്ലാതിരുന്നപ്പോഴും കാര്യങ്ങളെല്ലാം ചികിത്സയൊക്കെ നടത്തിയത് MP രാഘവനാണ്. അറിയാലോ നമുക്ക് ഓബർദേട്ടനോട് ഈ പിണറായി ഉൾപ്പെടെയുള്ളവർ കാണിച്ചിട്ടുള്ള കൊടും ക്രൂരത. അവസാന കാലഘട്ടത്തിൽ ട്രേഡ് യൂണിയൻ നേതാവാ C കണ്ണേട്ടം പറഞ്ഞിട്ട് കേൾക്കാതിരുന്ന ആളാണ് ഈ പിണറായിയൊക്കെ. അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വേറെ കാര്യം, ഇദ്ദേഹം നിയമസഭയെന്ന് ഞാൻ പറയട്ടെ, നികേഷ് കുമാറിന്റെ പിന്നെ റിപ്പോർട്ടർ ചാനലിന്റെ ഹെഡ് കൊച്ചിയിലാണല്ലോ. ഈ കൊച്ചിയിലുള്ള പഴയ CPMന്റെ ജില്ലാ സെക്രട്ടറി, ഇപ്പൊ സംസ്ഥാന സഹകരണ ബാങ്കിന്റെ ചെയർമാൻ ഗോപി കോട്ടമുറിക്കലല്ലേ ഉൾപ്പെടെയുള്ളവരല്ലേ നിയമസഭയ്ക്കകത്തിട്ട് ഒരു MLA ആയിട്ട് വന്നപ്പം 87 ജയിച്ചു വന്നു കഴിയുമ്പം ഇദ്ദേഹത്തെ ചവിട്ടിക്കൂട്ടി മൂലക്കിട്ടത് MP രാഘവനെ അത്ര കണ്ട് ദ്രോഹിച്ചിട്ടില്ലേ? ഒരു MLA എന്ന രീതിയിൽ നിയമസഭയിലെത്തിയപ്പം മൂപ്പരൊറ്റയ്ക്കാണ്. CMക്ക് വേറെ MLA ഇല്ല. ഇവരൊക്കെ കൂടെ കൂടിയിട്ട് തല്ലി മൂലക്കിട്ടില്ലേ? ഇവർക്ക് രാഷ്ട്രീയം പഠിപ്പിച്ചു കൊടുത്തിട്ട് നേതാവാ. ഒപ്പം നടന്ന ഒരുമിച്ച് പിന്നെ കൂടെ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള TP ചന്ദ്രശേഖരനെ വെട്ടിയ അതേ ശീലം തന്നെ ഇവർ MP രാഘവനോട് കാണിച്ചിട്ടുണ്ട്.
അത് നികേഷ് കുമാർ മറന്നു പോകുന്നു. അതാണ് ചരിത്രം. നിയമസഭയിലിട്ടിട്ട് പിന്നെ മൂലയ്ക്കാക്കിയതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ പാർട്ടി പിളർന്ന സമയത്ത് അത് അദ്ദേഹം പറയുന്നുണ്ട്. CPM ഉം CPI കൂടി പിളർന്ന സമയത്ത് EMS വന്നിട്ട് അന്ന് നായനാരാണ് പിന്നെ കോഴിക്കോട് ദേശാഭിമാനിയുടെ ചുമതലയുള്ളത്. EMS വന്നിട്ട് ദേശാഭിമാനിയുടെ ഓഫീസിലാണ് ഇരിക്കുന്നത്. അപ്പോൾ പത്രക്കാരെല്ലാം കൂടി കാണാൻ വന്ന അഭിപ്രായം ചോദിക്കാൻ. അപ്പോൾ EMS അവിടുന്ന് പറഞ്ഞൊരു ഇതുണ്ട്, പിന്നെ നിന്റെ പാർട്ടിയെക്കുറിച്ച് നീ പറഞ്ഞാൽ മതി, പിന്നെ ഞാനിപ്പോൾ ഒന്നും പത്രക്കാരെ ഫേസ് ചെയ്യാൻ പോണില്ല എന്നുള്ളത് നായനാരോട് MP രാഘവന്റെ സാന്നിധ്യത്തിൽ. അത് മാത്രമല്ല, അത് തന്നെ ഒരു കാര്യം ആലോചിച്ച് നോക്കണം. അതായത് കാറ്റ് അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ നോക്കിയിട്ട് കയ്യാലപ്പുറത്ത് തേങ്ങ മാരി ഇരിക്കുകയായിരുന്നു. ഇങ്ങോട്ട് ചാടണോ അങ്ങോട്ട് ചാടണോ എന്നുള്ളത് അപ്പം തീരുമാനിക്കാം. ആർക്കാണ് നേട്ടം കിട്ടുക അതിന്റെ കൂടെ നിൽക്കാം എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് EMS പോലും എത്തിയിരുന്നു. നമ്പൂതിരിപ്പാടെന്ന് അദ്ദേഹം പറയുന്നത്. EMSൽ അങ്ങനെ നമ്പൂതിരിപ്പാട് എന്ന് പിന്നെ ഒരു അധിക്ഷേപ പ്രയോഗം എന്ന രീതിയിൽ പിന്നെ EMS എന്ന് വിളിക്കാതെ അങ്ങനെ വിളിച്ചിട്ടുള്ള രണ്ടുപേരാ. ഒന്ന് KR ഗൗരിയമ്മയാണ്, ഒന്ന് MP രാഘവനാണ്. ഗൗരിയമ്മ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും പിന്നെ ഈ ജാതീയമായിട്ടുള്ള ഒരു ഡിസ്ക്രിമിനേഷനൊക്കെ അദ്ദേഹം വെച്ചു പുലർത്തിയിട്ടുണ്ടെന്ന്. നമ്മൾ കാണുന്ന ഒരു ഫേസ് അല്ല എന്നുള്ളത്. ഇതാണ് CPMന്റെ ചരിത്രം. മാത്രമല്ല സ്റ്റാലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ സ്റ്റാലിനിസ്റ്റ് ഐഡിയോളജി എന്ന് പറയുന്നത് മനുഷ്യ സ്നേഹമില്ലാത്തൊരു ഐഡിയോളജിയാണ് എന്ന്. ഇദ്ദേഹത്തിന് ചെറുപ്പത്തിൽ സ്റ്റാലിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ആരാധകന. കാരണം ഈ പാർട്ടി നേതൃത്വമാണല്ലോ പറഞ്ഞു കൊടുക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ഈ സെൻട്രലൈസ്ഡ് ഡെമോക്രസിയുടെ ഭാഗമായിട്ട് പാർട്ടി നേതൃത്വമാണ് പറയുക ഇതാണ് ശരി, സ്റ്റാലിനാണ് മികവ്. പിന്നെ താഴെ ചർച്ചല്ല, ഇത് വെള്ളം തൊടാതെ വിഴുങ്ങണം. അപ്പൊ അങ്ങനെ ഒരു പാർട്ടി അടിമകളുടെ മനോഭാവത്തിലാണ് MP രാഘവനും അക്കാലത്ത് നിന്നിരുന്നതെന്നും, എന്നാൽ പിന്നീട് ക്രൂഷ്ചേവിന്റെ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് സ്റ്റാലിനെ കുറിച്ച് മനസ്സിലാക്കുന്നതെന്നും, സ്റ്റാലിൻ തനിക്ക് ഭീഷണിയാവുന്ന തന്റെ സഹപ്രവർത്തകനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ ഒന്നൊന്നായിട്ട് കൊന്നൊടുക്കി എന്നുള്ളത് മനസ്സിലാക്കുന്നതെന്നും, അങ്ങനെയാണ് പിന്നെ ഈ അന്ധമായ ആരോപണങ്ങളും അല്ലെങ്കിൽ പാർട്ടി നേതൃത്വം പറയുന്നത് മാത്രമാണ് ശരിയെന്നുള്ള ചിന്തയെന്ന് മാറിയെന്നും പറയുന്നുണ്ട് അദ്ദേഹം. അദ്ദേഹത്തിന് അക്കാലത്ത് തിരിച്ചറിവുണ്ടായി MP രാഘവന്. ആ തിരിച്ചറിവിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പല നിലപാടുകളും എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത്ര കണ്ട അക്രമത്തിനിരയായ, ഒരുപാട് കൊടിയ മർദ്ദനത്തിനിരയായ, നിയമസഭയിൽ നിന്ന് അടി കിട്ടിയ, റോട്ടിലിട്ട് കല്ലേറ് കിട്ടിയ, വേണ്ട കൂത്തുപറമ്പ് സംഭവം ആലോചിച്ച് നോക്ക്. കൂത്തുപറമ്പിൽ ഇദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടിയല്ലേ വിട്ടേ? കൊല്ലാൻ പോയ 5 ചത്തുപോയി. പിന്നെ പുഷ്പനെ അറിയാമെന്ന് ചോദിക്കട്ടെ. പുഷ്പനൊക്കെ പൊട്ടനായതുകൊണ്ട് പോയതാ. ബുദ്ധി ഉണ്ടെങ്കിൽ പോവോ? പുഷ്പം ഇപ്പൊ കിടക്കുന്നുണ്ട്, എനിക്ക് സങ്കടമുണ്ട്. പക്ഷെ പുഷ്പനൊക്കെ ഒരു ബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴെങ്കിലും പത്രം വായിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പുഷ്പം പത്രം വായിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചാനൽ കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ കാണാനുള്ള സൗകര്യം പുഷ്പന് ചെയ്തു കൊടുക്കണം. പുഷ്പന് ഇപ്പോഴെങ്കിലും ഒരു ബോധം ഉണ്ടെങ്കിൽ, മക്കളെ എനിക്കൊക്കെ ഇങ്ങനെ പറ്റി, നിങ്ങളെങ്കിലും പിന്നെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് കല്ലെറിയാനും ആളെ കൊല്ലാനും പോകരുത് എന്ന് പറഞ്ഞു കൊടുക്കുക വേണ്ട സമൂഹത്തോട്. മരിക്കുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മഹത്തായ കാര്യതാ. പുഷ്പം കിടക്കുന്നതിലേക്ക് സങ്കടമുണ്ട്. ഈ പുഷ്പനെ കിടത്തിയ MP രാഘവനെ പിന്നെ കൊല്ലാൻ പോയപ്പോഴാണല്ലോ ഇവർക്കൊക്കെ വെടികൊണ്ട് പുഷ്പൻ മൂലയ്ക്കായത് ഈ 5 പിന്നെ മരിച്ചുപോയത്. അപ്പൊ ആ MP രാഘവനുമായിട്ട് അവസാനം CPM സന്ധി ചെയ്തില്ലേ? ആ MP രാഘവന്റെ മകനെ അടുത്ത നിയമസഭയിൽ ധർമ്മടത്ത് നിർത്തിയിട്ട് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ, അവിടെയാണ് പിന്നെ തീരുമാനം. അതാണ് പിന്നെ ഇവരുടെ ഓഫർ. ധർമ്മടത്ത്, കാരണം പിണറായി വിജയൻ അടുത്ത ടൈമിൽ മത്സരിക്കുന്നില്ല, ധർമ്മടത്ത് നിർത്തിയിട്ട് മന്ത്രിയാക്കാന്നുള്ളതാണ്. ഷുവർ സീറ്റാണെന്നൊക്കെ കണ്ടറിയണം 2026 ആകുമ്പോഴത്തേക്ക്. കാരണം ഇത്തവണ തന്നെ അവിടെ ആകെ 2000 വോട്ടിന്റെ ലീഡേ ഉള്ളൂ MP ജയരാജന്, 2000 ചില്ലാനം വോട്ടിന്റെ ധർമ്മടത്ത്, മുഖ്യമന്ത്രിയുടെ ഗുണം കൊണ്ട്. ഇദ്ദേഹം കഴിവുള്ള മാധ്യമ പ്രവർത്തകനാണ്. മാധ്യമരംഗത്ത് ഒരുപാട് ട്വിസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ്. ഈ ചാനലിലെ ചർച്ചകൾ തുടങ്ങി വെച്ചിട്ടുള്ള ആളാണ്. അങ്ങനെയൊക്കെയുള്ളൊരു കഴിവുണ്ടായിരുന്ന ഒരു വ്യക്തി പോയിട്ട് ഈ MLA ആവാനും MP ആവാനും ഒക്കെ പോയിട്ട് ഇങ്ങനെ പോയിട്ട് കാല് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2016 പോയിട്ട് മത്സരിച്ചപ്പം അദ്ദേഹം പറഞ്ഞത് ഞാനിനി മാധ്യമ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത്. തോറ്റു കഴിഞ്ഞപ്പോൾ പിന്നെയും മാധ്യമ പ്രവർത്തകനായി. അതെന്തൊട്ട് പരിപാടിയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതേപോലെ റിപ്പോർട്ടർ ചാനലിൽ ഇപ്പോൾ ഉള്ള ലേഖി സജീന്ദ്രൻ, നമ്മളെ കുന്നത്തുനാട് പഴയ MLA സജീന്ദ്രന്റെ ഭാര്യ, ഈ 2021 തെരഞ്ഞെടുപ്പിന്റെ സമയത്ത്, 2021 തന്നെയാണ് ആ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പിന്നെ ചെറിയ PR വർക്ക് നടത്താൻ വേണ്ടി മീഡിയക്കാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണം വന്നപ്പോൾ ലേഖി പറഞ്ഞു ഞാനിനി മാധ്യമ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ്. അതിനിപ്പോൾ 6 മാസം കഴിയുമ്പോൾ ലേഖി പിന്നെയും വരുന്നു. അതിന് വേറെ മാർഗമൊന്നുമില്ല എന്ന് പറയാം. ഇവരൊക്കെ ഈ ഇത്ര പ്രാകൃതമായിട്ടുള്ള അക്രമത്തിന് ഇരയായതിനു ശേഷം സ്വന്തം അച്ഛനെ തല്ലി ചതച്ചവർക്ക് കൈ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ടൊന്നും പറ്റില്ല. അച്ഛൻ കക്കാൻ പോയിട്ടോ, അല്ലെങ്കിൽ പെണ്ണുപിടിക്കാൻ പോയിട്ടോ, അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും അഴിമതി നടത്താൻ പോയിട്ടോ,
അല്ലെങ്കിൽ എന്തെങ്കിലും തോന്നിയാസം കാണിക്കാൻ പോയിട്ട് അടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കിട്ടട്ടെ. ആ അടി കിട്ടണമെങ്കിൽ ആർക്ക് കിട്ടിയാലും കുഴപ്പമില്ല, എനിക്ക് കിട്ടിയാലും നിങ്ങൾക്ക് കിട്ടിയാലും കുഴപ്പമില്ല. അല്ലാതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ ഇത്ര ക്രൂരമായ അക്രമത്തിനിരയായിട്ട് ആ ആക്രമിച്ച ആൾക്കാരുമായിട്ട് സന്ധി ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ തന്തയ്ക്ക് പറക്കാത്തവൻ എന്ന് തന്നെ മലയാളത്തിൽ പിടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.